പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ, ഇന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മളിന്നൊരു ഗൂഗിൾ മീറ്റും സൂം മീറ്റും രണ്ടും ഒരുപോലെ നടത്തിയിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ പലർക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവർക്കൂടി വേണ്ടിയാണ് ഇന്ന് ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നാളെ നമുക്കെന്ന് പറഞ്ഞാൽ വിളംബര ജാഥയാണ്. വിളംബര ജാഥ കരിയിലക്കുളങ്ങരയിൽ നിന്നാണ് തുടക്കം, 3 മണിക്കാണ്. അപ്പോൾ ഓരോ കുടുംബശ്രീയിൽ നിന്നും 2 പേര്, 2 വണ്ടി 4 പേരാണ് പങ്കെടുക്കേണ്ടത്. ഒരു വണ്ടിയിൽ 2 പേര് വെച്ച്, അങ്ങനെ ഒരു കുടുംബശ്രീയിൽ നിന്നും 4 പേർ വീതം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ കണക്കാണ് പറയുന്നത്, അതിൽ പങ്കെടുക്കണം. അതിന് എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ 15-ാം തീയതി നടക്കുന്ന ദീപം തെളിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് വൈകിട്ട് 6 മണി, 15-ാം തീയതി വൈകിട്ട് 6 മണിക്കാണ്. ഓരോ കുടുംബശ്രീയും അവരുടെ ഏതെങ്കിലും ഒരു പ്രധാന സ്ഥലത്ത് എല്ലാ അംഗങ്ങളോട് ചേർന്ന് നിന്ന് ദീപം തെളിക്കുകയും അതിനുശേഷം കരിമരുന്ന് പ്രയോഗം നടത്തുകയും ചെയ്യണം. ഇത് വളരെ ഗൗരവകരമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് പകർന്നു തരുന്നത്. അതിൽ എല്ലാവരും പങ്കെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ 16-ാം തീയതി നടക്കുന്ന നവകേരള സദസ്സിലെ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളും അതിൽ പങ്കെടുക്കണം. രാവിലെ 9 മണിക്ക് നിങ്ങളോട് പറയുന്ന മെമ്പർമാരോ അല്ലെങ്കിൽ ADSൻ്റെ ഭാരവാഹികളോ അല്ലെങ്കിൽ CDS മെമ്പർമാരോ നിങ്ങളെ അറിയിക്കുന്നതാണ്, ഇന്നടുത്ത് നിൽക്കണമെന്നും. അവിടെ 9 മണിയാകുമ്പോൾ എല്ലാവരും അവിടെ നിൽക്കുകയും അവിടെ വാഹനങ്ങൾ വന്ന് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് വലിയ തിരക്കുള്ളവരാരും വരണ്ട. അവിടെ ചെന്നിട്ട് 10 മണിക്ക് നമ്മൾ അവിടെ കയറിയാൽ നമ്മളെല്ലാ പരിപാടികളും തീരുന്നത് വരെ, മുഖ്യമന്ത്രിയുടെ പ്രസംഗം തീരുന്നത് വരെ എല്ലാവരും ഇരുന്ന് കണ്ടതിന് ശേഷമേ നമുക്ക് അവിടെ നിന്നും പുറത്തു പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ധൃതി പിടിച്ച് ആരും വരണ്ട. അതുകൊണ്ട് എല്ലാ ജോലികളും ഒതുക്കി വെച്ച് വേണം നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ. അതിന് മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ പല പരിപാടികളിലും പല കുടുംബശ്രീക്കാരും വിട്ടു നിൽക്കുന്നതായി അറിവുണ്ട്. നോട്ടീസ് വിതരണത്തിലായാലും പോസ്റ്റർ ഒട്ടിക്കുന്നതിനായാലും അതൊന്നും ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. എപ്പോഴും എല്ലാ മീറ്റിങ്ങുകളിലും നിങ്ങളോട് പറയുന്നതാണ്, ഇതൊരു സർക്കാർ പ്രോഗ്രാമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനെ സഹകരിച്ച് മുന്നോട്ട് വരണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ലിസ്റ്റ് ഓരോ 16-ാം തീയതി വരുന്ന ഓരോ കുടുംബശ്രീയിൽ നിന്നും എത്ര പേര് വരുമെന്നുള്ള ലിസ്റ്റ് നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ADS സെക്രട്ടറിയുടെയോ CDS മെമ്പറെയോ ഏൽപ്പിക്കേണ്ടതാണ്. അതൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടത് ഒരു ഗൗരവമായിട്ട് എടുത്ത് തന്നെ നിങ്ങളുടെ ഇതിനകത്തിലെ കുടുംബശ്രീയുടെ സെക്രട്ടറിമാരോ പ്രസിഡന്റുമാരോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇത് അവതരിപ്പിക്കുകയും അവിടുന്ന് പേരുകൾ എത്ര പേര് വരുമെന്നുള്ള എണ്ണം സെലക്ട് ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.